എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ കനത്ത വെള്ളക്കെട്ടിൽ യാത്രക്കാർ ദുരിതം പേറുകയാണ്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരം വെള്ളക്കെട്ടിലായത്. കാനകളും തോടുകളും വൃത്തിയാക്കുന്നതിലെ കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണം. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്ത കനത്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം അടക്കം വെള്ളക്കെട്ടിലാണ്. അതിന്റെ ദുരിതം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും. ആളുകൾ താഴത്തേക്ക് ഇറങ്ങി വരാനെല്ലാം തന്നെ ബുദ്ധിമുട്ടുന്നു. വളരെ സാഹസപ്പെട്ടാണ് അവരെല്ലാവരും തന്നെ താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അതിന്റെ തൊട്ടരികിൽ ഒരു കമ്പിയുണ്ട്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളടക്കം ഈ ഒരു പുറത്തേക്ക് വരുമ്പോൾ എത്രമാത്രം അപകടകരമാണ് ഈ ഒരു സഞ്ചാരം എന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാവുകയും ചെയ്യും. വളരെയധികം ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റ് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് പലരും ഇറങ്ങി പുറത്തേക്കെല്ലാം തന്നെ വരുന്നത്. ഇങ്ങനെ കടന്നു പോകുമ്പോൾ താഴത്തേക്ക് വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട്. എല്ലാ തവണയും ഇതുപോലെ തന്നെ എങ്ങനെ വലിയൊരു ഭയങ്കര വലിയ ദുരിതമാണ് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കണം. ആൾക്കാർ ഇത് വലിയൊരു സാഹസിക യാത്രയാണ് നടത്തേണ്ടത് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നീന്തി വരേണ്ട ഒരു നീന്തൽ അറിയുന്നവർക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. തന്നെയാണ് കേട്ടോ. കാരണം കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ. ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയും ചാടി ഇറങ്ങാൻ അറിയാം. ഇത് ചാടി വേണം നമ്മൾ ഇറങ്ങാൻ. അതെ അവിടെ ചാടി ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ആളുകളെല്ലാം തന്നെ നമ്മളോട് സംസാരിച്ചത് അതിൻ്റെ ഒരു ദുരിതം എത്രമാത്രം ഉണ്ട് എന്നാണ്. തങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പരിസരത്തെല്ലാം തന്നെ വെള്ളക്കെട്ടുണ്ട്. സമീപത്തുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ചേച്ചി വലിയൊരു ബുദ്ധിമുട്ട് കഴിയുന്നല്ലേ നമ്മൾ? അതെ തീർച്ചയായിട്ടും നല്ലൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇല്ല തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല. മെട്രോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കില്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ. പേടിയുണ്ടായിരുന്നു. കാര്യം മുറിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇറങ്ങിയ സമയത്ത് മുട്ടുകുത്തിയിട്ട് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ശരി, ഓക്കെ. ഇത്തരത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മെട്രോ നഗരമെന്നെല്ലാം പറയുമ്പോൾ അവരൊരു പ്രതീക്ഷയിലാണ് കൊച്ചിയിലേക്ക് കടന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുകളാണ് ഇപ്പോൾ നമ്മളോട് ആ കുട്ടിയുടെ കാല് പോലും ആ കമ്പിയിൽ തട്ടി മുറിഞ്ഞിരിക്കുന്നത്. നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ. ആ കമ്പിയിലേക്ക് ആളുകൾ വീഴാനും വലിയ മുറിവ് പറ്റാനും എല്ലാമുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ആ കുട്ടിക്ക് കാല് മുറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവർ പറഞ്ഞത് കൊച്ചി ഒരു മെട്രോ നഗരമാണ്. ആ മെട്രോ നഗരത്തിലേക്ക് വരുമ്പോൾ തങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അവിടെ ഇങ്ങനെ സർക്കസ് കാണിച്ച് കടന്നു വരേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു അനുഭവം തങ്ങൾക്കുണ്ടാകുമെന്ന് കരുതിയില്ല. ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു വേണം യാത്ര പൂർത്തിയാക്കേണ്ടതെന്നെല്ലാം പറയുമ്പോൾ എത്രമാത്രം ദുരിതമാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഗതാഗത മാർഗങ്ങളിൽ ജനം അഭിമുഖീകരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനമായി വരികയും ചെയ്തിരിക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ വീണ്ടും കാണാം. ഓരോ ആളുകൾ ഇപ്പോൾ കൂടുതൽ ട്രെയിനുകൾ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. അവിടെ ആൾത്തിരക്കുണ്ട്. കാത്തിരുന്ന് ആളുകൾക്ക് പോകാൻ കഴിയില്ല. വെള്ളം ഇറങ്ങുന്നത് വരെ മണിക്കൂറുകൾ കാത്തിരിക്കാൻ എന്നത് അത്തരത്തിൽ കടന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെല്ലാമാണ് പുറത്തേക്ക് കടന്നു വരുന്നത് എന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ശരി ജിജീഷ്.